ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എപ്പോഴൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ചെന്നൈയിൽ നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇനി അങ്ങനെ ആകുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ഇല്ല ആ ഒരു ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6 ആദ്യം മുതലേ അത്ര നല്ലൊരു നിലവാരമൊന്നും പുലർത്തിയിരുന്നില്ല. ആകെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സ്നേഹവും അവരുടെ കുറേ പ്രണയ പ്രകടനങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്നത്. നല്ലൊരു ഗെയിമോ കാര്യങ്ങളോ എൻ്റർടൈൻമെൻറ്റോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. പിന്നീടാണ് കുറച്ച് വൈൽഡ് കാർഡ്സിനെ അങ്ങോട്ട് വിട്ടത്. അതിൽ കുറച്ചൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് സിബിനും പിന്നെ അഭിഷേക് ശ്രീകുമാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ എന്തോ തെറ്റായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ എന്തോ കാര്യം അവിടെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു യെല്ലോ കാർഡ് കാണിക്കുകയും വായടപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നെ പേടിച്ചാണ് അഭിഷേക് ശ്രീകുമാർ കളിക്കുന്നത്. കാരണം അവിടെ നിന്ന് പോകണമല്ലോ. അപ്പം ഒന്നും ഇനി അബദ്ധങ്ങൾ വന്ന് പെടരുത് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സംയമനം പാലിച്ചിട്ടാണ് അഭിഷേക് ശ്രീകുമാർ ഇപ്പം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സൈലൻ്റാണ്. പിന്നെ നന്ദന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ കുട്ടി കാട്ടിക്കൂട്ടുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. വെറുതെ ഇങ്ങനെ ചാടിത്തുള്ളി ഇങ്ങനെ നടക്കുകയാണ്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, വഴക്കിടുന്നതും ഇങ്ങനെ തറുതല പറയുന്നതും ഒക്കെയാണ് ഗെയിം എന്നാണ് ആ കുട്ടി വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതങ്ങനെ ഒരാൾ. പിന്നെ സായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ആ സായി അവിടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഒരു ഗെയിമും കളിക്കുന്നില്ല, ഒന്നുമില്ല. വെറുതെ ആൾ കളിച്ച് അവിടെ ഇരിക്കാം എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. ഒരു ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവിടെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് സായി. അപ്പം സായിയുടെ കാര്യം അങ്ങനെ. പിന്നെ കുറച്ചെങ്കിലും ഗെയിം കളിക്കുന്നത് സിബിനും ഒക്കെ ആയിരുന്നു. സിബിനൊക്കെ വന്നതിന് ശേഷം ഒരു ഉണർവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിബിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. നല്ലതായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാം അടക്കി ഭരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം പുള്ളിയുടെ അണ്ടർ കമാൻഡിൽ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഞാനായിരിക്കണം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയോടുകൂടി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ധാർഷ്ട്യം, ഇപ്പോൾ മോഹൻലാൽ സാറിനോട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ കണ്ണുകളിലൊരു ധാർഷ്ട്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരാളാണ് സിബിൻ എന്നാണ് എനിക്ക് തോന്നിയത്. പ്ലെയറൊക്കെ നല്ലതായിരുന്നു, ഗെയിമൊക്കെ ഒരുമാതിരി നല്ല നിലയിൽ തന്നെയാണ് കളിച്ചത്. പക്ഷേങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പുറത്ത് പോകണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മോഹൻലാൽ സാർ വന്നിട്ട് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര പേഴ്സണലായിട്ട് എടുത്ത് അതിൽ വിഷമിച്ചിട്ട് പുറത്ത് പോകണം എന്നാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിമായിട്ടാണ് മോഹൻലാൽ സാർ പറയുന്നത്. ഈ മോഹൻലാലിനെയൊക്കെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവർക്കൊന്നും ആരോടും ഒരു പ്രത്യേകതയോ ഒന്നുമില്ല. അവർക്ക് എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ്. മോഹൻലാൽ സാറിനൊക്കെ കൊടുത്തിരിക്കുന്ന ജോലി അവർ നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു പാർട്ടിസിപ്പൻസിനോടും ഇല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻസിനോടും ഒരു പ്രത്യേകതയൊന്നും തോന്നാനായിട്ട് യാതൊരു വഴിയില്ല. അവർക്ക് എല്ലാവരും ഈക്വൽ ആണല്ലോ. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതിനെ ഇങ്ങനെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓരോ ആഴ്ചയിലും ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇപ്പോൾ സിബിനെ വഴക്ക് പറഞ്ഞു, ഇല്ല പവർ റൂമിൽ നിന്ന് പുറത്താക്കിയാൽ എന്താ, പവർ റൂമിൽ നിന്ന് പുറത്താക്കിയാൽ ഉടനെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ, അതൊരു ഗെയിമല്ലേ. ആ ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ട് ഇല്ല ഗെയിമിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. അത് നെക്സ്റ്റ് ഒരു വീക്ക് ആകുമ്പോഴത്തേക്കിന് അതെല്ലാം തിരിച്ചു മറിയും അല്ലേ. ഈ പ്രാവശ്യം നമ്മുടെ മോഹൻലാൽ സാർ വഴക്ക് പറഞ്ഞെങ്കിൽ അടുത്ത ആഴ്ച ഇയാളുടെ പ്രകടനത്തിലൂടെ കയ്യടി വാങ്ങിക്കാനുള്ള ഒരു ഗെയിം ഇയാൾ അവിടെ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആഴ്ച വരുമ്പം മോഹൻലാൽ സാർ ചിലപ്പം അപ്രിഷ്യേറ്റ് ചെയ്യും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതിനും ഒക്കെ അല്ലേ. അങ്ങനെയൊക്കെയല്ലേ കാണിക്കേണ്ടത്. ഇല്ലാതെ മോഹൻലാൽ സാർ വഴക്ക് പറഞ്ഞില്ലേ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരിലെ ആ ഒരു ഷോയുടെ ഒരു കൺട്രോൾ ചെയ്യുന്ന ആളുകളിൽ നിന്നും എനിക്ക് ഇൻസൾട്ട് ഉണ്ടായി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്മാറുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ റോബിനെയൊക്കെ അപ്പോൾ സമ്മതിക്കണം, പൂവിട്ട് പൂജിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തെല്ലാം ഇൻസൾട്ട്സാണ് കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടത്, എന്തെല്ലാം രീതിയിലുള്ള അവഗണന, പുച്ഛം, ഇൻസൾട്ട് ഒക്കെയാണ് ഡോക്ടർ റോബിൻ അവിടെ ഓരോ ദിവസങ്ങളും നേരിട്ടുകൊണ്ടിരുന്നത്. ആകപ്പാടെ ദിൽഷയും ബ്ലസ്ലിയും ഒക്കെ ആയിരുന്നു ഒരു സമാധാനത്തിന് ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാ സമയത്തും കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു അവഹേളനായ ഒരു ഇൻസൾട്ടൊക്കെ ആയിരുന്നു ജാസ്മിൻ മൂസയുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ റോബിൻ നേരിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ ഓരോ കണ്ടസ്റ്റൻസും കൂടുതലും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ തന്നെയായിരുന്നു. അതിലും ഭയങ്കരമായിരുന്നു സീക്രട്ട് റൂമിൽ കൊണ്ടിട്ടിട്ട് ഡോക്ടർ റോബിനെ കഷ്ടപ്പെടുത്തിയത്. ഡോക്ടർ റോബിൻ ഒരു പുസ്തകം പോലും വായിക്കാൻ കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ഫോണില്ലാതെ, ഒരു TV ഇല്ലാതെ 3-4 ദിവസം ഒരു വീട്ടിൽ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് ഒരു റൂമിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരെ കൊണ്ടും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനൊക്കെ നല്ല മെൻ്റൽ സ്ട്രെങ്ത് വേണം. നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു
മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് മാത്രമേ അവിടെയൊക്കെ കഴിഞ്ഞുകൂടാനായിട്ട് പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ അവിടെ പോകേണ്ടത്. എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ പേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയുള്ള വലിയ വലിയ ഷോയിലൊക്കെ ഒന്ന് പങ്കെടുക്കാനായിട്ട്. കാരണം ഒരുപാട് ജനങ്ങളിലേക്ക് എത്തും നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ. കാരണം ഫേമസ് ആകണമെന്നും 4 പേര് അറിയണമെന്നും വിചാരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ബിഗ് ബോസ് എന്ന ഷോയിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പം 3 മാസം കൊണ്ട് ഒരുപാട് നമ്മളെ ജനങ്ങൾ അറിയാനായിട്ടുള്ള ഒരു സാധ്യതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് തന്നെ പോകും. കണ്ടസ്റ്റൻസ് ആണ് എപ്പോഴും ഒരു ഷോയെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും എല്ലാം. അപ്പം നല്ല നല്ല കണ്ടസ്റ്റൻസ് പോകുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ ഗെയിം അവിടെ കാഴ്ചവെച്ചാൽ അവർക്ക് നന്മ ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡോക്ടർ റോബിനൊക്കെ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സഹിച്ചത്, എന്തെല്ലാം ഇൻസൾട്ടാണ് സഹിച്ചത്. ഡോക്ടർ റോബിൻ ഒരിക്കലും അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ഡെഡിക്കേഷനോട് കൂടിയാണ് അവിടെ നിന്നത്. മോഹൻലാൽ സാറൊക്കെ വഴക്ക് പറയുമ്പോഴും ഒട്ടും അഹങ്കാരമില്ലാതെ എത്ര ഒരു വിനയത്തോടു കൂടിയും എത്ര ഒരു പൊളൈറ്റായിട്ടും ഒക്കെയാണ് ഡോക്ടർ റോബിൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് വേണ്ടിയത്. ഡോക്ടർ റോബിനെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം മോഹൻലാലൊക്കെ ആരാണെന്നും അവരൊക്കെ എത്ര അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയ ആളുകളാണെന്നും ജീവിതത്തിൽ എത്ര അനുഭവങ്ങളൊക്കെ ഉള്ളവരാണെന്നും. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ അവരോട് തർക്കുത്തരം പറയുകയും ഇല്ല അവർ പറയുന്നത് എന്തോ ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ധാർഷ്ട്യത്തോടെ നിൽക്കുന്നതൊന്നും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സിബിൻ ഇങ്ങനെ ചെയ്തതിനോടൊട്ടും യോജിക്കാനായിട്ട് പറ്റുന്നില്ല. നല്ല ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ആളുകൾ തന്നെയാണ് ഇതിൽ വരേണ്ടത്. അപ്പം ജാസ്മിനെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. കാരണം ജാസ്മിൻ എന്ന് പറയുമ്പോൾ ഗബ്രിയും പറയുന്നുണ്ട്, പക്ഷേ ഗബ്രി എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയാണല്ലോ, ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ്. നെഗറ്റീവ് എന്തെല്ലാമാണ് ആ കുട്ടിയെ പറ്റിയിട്ട് പറയുന്നത്. ഒരു പ്രാവശ്യം ആ കുട്ടി ഓരോ ദിവസം ഇടവിട്ടാണ് കുളിക്കുന്നതെന്ന് പറഞ്ഞതും ഇല്ലെങ്കിൽ മൂക്കള ഒക്കെ കോഫിക്കകത്ത് വീണ ക്ലിപ്പിങ്ങും ഒക്കെ കാണിച്ചതും ഒക്കെ കൊണ്ട് വളരെയധികം നെഗറ്റീവായിട്ടിരിക്കുകയാണ്. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയ രംഗങ്ങളും ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ അവരെന്തെല്ലാം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും എല്ലാ ആഴ്ചയിലും എല്ലാവരുടെയും വഴക്കുകളും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ടും ഇല്ലെങ്കിൽ മോഹൻലാൽ സാറ് വരുമ്പം ഒരുപാട് ശകാരങ്ങളൊക്കെ കേട്ടിട്ടും തളരാതെ നിൽക്കുകയാണ്. നല്ല രീതിയിൽ വർത്താനം പറഞ്ഞ് അതിനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്ത് പോവുകയാണ് ആ കുട്ടി അല്ലേ. അപ്പോൾ ആ ഷോയിൽ പിടിച്ച് നിൽക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെയാണ് അതൊക്കെ സഹിച്ചു പോകുന്നത്. വളരെ പതറിപ്പോകുന്ന പല സിറ്റുവേഷനും ജാസ്മിനും വന്നു. അന്നൊക്കെ എല്ലാവരും ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ ഇപ്പം സിബിന് വന്നപ്പം സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം അത് സത്യമാണ്, സിബിൻ്റെ കൂടെ നിൽക്കാനായിട്ട് അവർ ആഗ്രഹിച്ച് നിൽക്കുന്നത്. കാരണം നിങ്ങൾ സിബിൻ്റെ ഫാനാണ്, അതുകൊണ്ട് സിബിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരാളുടെ ഫാനാകുമ്പോൾ ആ ആൾക്ക് എല്ലാം നല്ലതേ വരാവൂ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും. ഒരാളെങ്കിലും അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ സിബിൻ്റെ കാര്യത്തിൽ എല്ലാവരും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഞാനൊന്നും ഇപ്പോൾ ആ ഒരു സീസണിലെ ആരുടെയും ഈ ബിഗ് ബോസ് സീസൺ 6 ആരുടെയും ഫാനല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമം തോന്നുന്നില്ല. അതെനിക്ക് സമാധാനത്തോടെ ആ ഷോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് സിബിനോട് അങ്ങനെയൊന്നും പറഞ്ഞതിനകത്ത് എനിക്കങ്ങനെ വലിയ തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം അതൊരു ഷോ ആണ്. ആ ഷോയുടെ ഒരു ഭാഗമായിട്ട് ആണ് അവരവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ അവർ ചില വഴക്കുകൾ കേൾക്കും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ നടന്നു പോകും. പിന്നെ ഇനിയിപ്പം ഈ ആഴ്ചയിൽ പുതുതായിട്ടുള്ള ഗെയിമുകളും വലിയ ടാസ്കുകളും ഒക്കെ കൊടുക്കുന്ന സമയത്ത് കാര്യങ്ങൾ തിരിച്ചു മറിയും. അപ്പോൾ അടുത്ത ആഴ്ച പിന്നെ വേറെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാവരും മറക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് ഇനി എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഇത്രയും കിട്ടിയ ഒരു അവസരം പാഴാക്കുന്നതിനോട് ഒട്ടും നമുക്ക് യോജിക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഒരു ബുദ്ധി ശൂന്യതയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭീരുക്കളുടെ പരിപാടിയാണ് സിബിൻ അവിടെ ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. സിബിൻ്റെ ഈ ഒരു നടപടിയോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കളിച്ച് ജയിച്ച് വിന്നറായിട്ട് വരിക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും എയിം അവിടെ പോകുന്ന സമയത്ത്. അപ്പോൾ അത് നിങ്ങൾ പൂർണ്ണമാക്കിയിട്ട് വരാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഒട്ടും സഹനശക്തി ഇല്ലാത്തവരും ഇല്ല എനിക്ക് അനീതി നേരിടും, ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടും, നെഗറ്റീവ് ഉണ്ടാകും, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ ഈ ഷോയിൽ പോവുകയേ ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്തും നേരിടാനായിട്ട് തയ്യാറായിട്ടുള്ളവരും നല്ല മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളവരും ഗെയിം കളിക്കാനും അതേപോലെ തന്നെ ടാസ്ക് ഒക്കെ ചെയ്യാനും നല്ലവണ്ണം കഴിയുന്ന ആളുകൾ മാത്രം ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് പോകുക. ഇതൊരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ അല്ലേ. ഇതൊക്കെ ഇത്ര വൈകാരികമായിട്ട് എടുക്കേണ്ടതുണ്ടോ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർ റോബിനെ പോലെ ഇത്രയും അവഹേളനയും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ഒക്കെ അനുഭവിച്ച വേറൊരു കണ്ടസ്റ്റൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം. എന്നിട്ട് പോലും ഡോക്ടർ റോബിൻ ഒരിക്കലും കരയുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒട്ടും സഹിക്കാതായപ്പോഴത്തേക്കിന് എങ്ങാണ്ട് മാത്രം ആ ഒരു മനുഷ്യത്വമില്ലായ്മയെ പറ്റി പറഞ്ഞപ്പം ലക്ഷ്മിപ്രിയയുടെ അടുത്ത് ഒന്ന് ചിണുങ്ങുക മാത്രമാണ് ചെയ്തത്. അതൊരു കരച്ചിൽ പോലുമല്ല.
ജസ്റ്റ് ഒന്ന് പോയിട്ട് ചേച്ചി എനിക്ക് മനുഷ്യത്വം ഇല്ലേ എന്നൊന്ന് ചോദിച്ച് ജസ്റ്റ് ഒന്ന് കണ്ണ് ഒന്ന് തുടച്ചു, അത്രേ ഉള്ളൂ. ഇല്ലാതെ ഡോക്ടർ റോബിൻ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തേങ്ങി കരയുകയോ ഏങ്ങലടിച്ച് കരയുകയോ ഒന്നും ചെയ്തില്ല. അതൊക്കെ ഡോക്ടർ റോബിൻ സഹിക്കാനുള്ള നല്ല ശക്തിയുണ്ട്. അപ്പോൾ ആ ഡോക്ടർ റോബിനെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്, ഇല്ലേ നമിച്ചു പോവുകയാണ്. സത്യമായിട്ടും ഡോക്ടർ റോബിൻ്റെ സേനശക്തിക്ക് മുന്നിൽ നമ്മൾ നമിച്ചു പോകും. ഇവരുടെയൊക്കെ ഇങ്ങനെയുള്ള ഓരോ കോപ്രായങ്ങൾ കാണുമ്പോഴത്തേക്കിന്, കോപ്രായം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഭീരുക്കളുടെ ഒരു പരിപാടിയാണ് ഇപ്പോൾ സിബിൻ കാണിക്കുന്നത്. സിബിന് പോകണമെങ്കിൽ വിട്ടേക്കുക, പോകണമെന്ന് പറയുന്നവരൊക്കെ അങ്ങ് പറഞ്ഞു വിടണം. എന്തിനാണ് അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ നല്ല വൈൽഡ് കാർഡ് എൻട്രീസിനെ കൊണ്ടുവരണം ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ പേര് കാണും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഒരാളിനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ടുവരിക ഉടൻ തന്നെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പോകുന്നവർ പോട്ടെ, അവരുടെ പുറകെ ഇങ്ങനെ കാലും കൈയും പിടിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം സിബിൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവിടെ നിന്ന് ഗെയിം കളിക്കുക, തിരിച്ച് നല്ല രീതിക്ക് വരേണ്ടിയപ്പോൾ വരിക, അതാണ് ഏതൊരു കണ്ടസ്റ്റൻറ്റും ചെയ്യേണ്ടതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്കിതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള സിബിൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കോലാഹലങ്ങളാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.